എറണാകുളത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാകാൻ ശേഷിയുള്ള ഏക സ്റ്റേഡിയമാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. എന്നാൽ ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ സ്ഥിതി ശോചനീയമാണ്. സുരക്ഷാ അപാകതകളും കെടുകാര്യസ്ഥതയും സ്റ്റേഡിയത്തിന് പെരുമ കെടുത്തുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് കലൂർ സ്റ്റേഡിയത്തിന് താഴെ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ സ്ഫോടനമുണ്ടായത്. ഇഡ്ഡലി കഫേ എന്ന സ്ഥാപനത്തിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി വെന്തുമരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്റ്റേഡിയം പരിസരത്ത് ഗ്യാസ് ഉപയോഗം തടഞ്ഞുകൊണ്ടുള്ള ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം അധികാരികളുടെ കൺമുന്നിൽ അരങ്ങേറിയത്. സ്റ്റേഡിയത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് GCDയെ പരിശോധിക്കണമെന്നും സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ മേയർ നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർ ആന്റണി കുര്യത്തറ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്റ്റീമർ ബേസ്റ്റിങ്ങിനായിട്ടുള്ള ഇതിൽ നമുക്കറിയാം, അവിടെ ഒരാൾ മരണപ്പെടുകയും അതോടും മറ്റുള്ള ചില ആൾക്കാർക്ക് പരിക്കുപറ്റുകയും ചെയ്തു. അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടോ, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇത്തരം സന്ദർഭങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പല ബീമുകളും, ഞാൻ അറിഞ്ഞത് പല ബീമുകളും അവിടെ കട്ട് ചെയ്ത് അവിടെ കടകളാക്കിയെന്ന് അറിയപ്പെടുന്നു. പല കടകൾക്കും ലൈസൻസ് ഇല്ലാതെ പോകുന്നു. GCDയുടെ കയ്യിലിരിക്കുന്ന ഈ കെട്ടിടം, ഈ നമ്മുടെ സ്റ്റേഡിയത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. നമുക്കറിയാം, ഇത്തരം ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലത്ത് സുരക്ഷിതത്വമില്ലാതെ അവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഈ കളികളൊക്കെ അവിടെ കൊണ്ടുവരണമെന്നുള്ള ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. താത്കാലിക സ്റ്റേജിൽ നിന്ന് വീണ MLA ഉമ്മ തോമസിന് ഗുരുതരമായി പരിക്കേറ്റതും ഇവിടെ വെച്ച് തന്നെ. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര അപകടാവസ്ഥയിലായിട്ടും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് അഗ്നിസുരക്ഷാ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. 10,000 ഒത്തുചേരുന്ന സ്റ്റേഡിയത്തിലെ എമർജൻസി എക്സിറ്റുകളും പ്രവർത്തനക്ഷമമല്ല. സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ന്യൂസ് മലയാളം, കൊച്ചി.